മയക്ക് വെടി വെച്ച് ആനയെ RRT സംഘം വടം കൊണ്ടൊക്കെ കെട്ടി വണ്ടിയിൽ കയറ്റാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അത് മയങ്ങി. അപ്പോൾ അതിന്റെ തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആന മയക്കത്തിലേക്ക് പോയി. ആന ഇപ്പോൾ ഒരു പാതി മയക്കത്തിൽ നിൽക്കുകയാണ്. അതിനെ തുടർന്നാണ് RRT സംഘം അടുത്തേക്ക് എത്തുകയും അതിനെ വടം ഉപയോഗിച്ച് കെട്ടി ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് കയറ്റി അതിന് ചികിത്സ. അത് അത്യാവശ്യം ഗുരുതരമായ പരിക്കാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ പരിക്കിന് ചികിത്സ ഉണ്ടാവണം. നേരത്തെ ഒരു കറുത്ത തുണി കൊണ്ട് ആനയുടെ കണ്ണൊക്കെ മൂടുമായിരുന്നു. ഇപ്പോൾ കുഞ്ഞാനയാണ്ടായിരിക്കണം ആ നടപടിയൊന്നുമില്ല. 4 കാലുകളിലും കയറുകൊണ്ട് ബന്ധിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, ആന ഒരു ഓൾമോസ്റ്റ് ഉറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? അശ്മി, ആനയ്ക്ക് രണ്ടാമതൊരു മയക്കുവെടിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന ആ മയക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ അടുത്തെത്തി ആ 2 കാലുകൾ ഇപ്പോൾ ആ കാലുകൾ വടം ഉപയോഗിച്ച് ബന്ധിക്കുകയാണ്. 2 കാലുകൾ ഇതിനകം തന്നെ ബന്ധിച്ചിട്ടുണ്ട്. ആനയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആന മയക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ കാലുകൾ ബന്ധിച്ചതിന് ശേഷം ഇപ്പോൾ ആ മയക്കുവെടി വെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചൊക്കെ ശരീരത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാലുകൾ ബന്ധിച്ചതിന് ശേഷമായിരിക്കും ആനയെ സംഘം ആനയുടെ 4 കാലുകളും കെട്ടി 4 മരത്തിലേക്ക് കെട്ടി നിർത്തിയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഇതിന് മയക്കോടി വെച്ച ആ ഡാർട്ട് അല്പസമയം മുമ്പ് ആ ഡോക്ടർ ഊരിയെടുക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടിരുന്നു. അത് ഊരിയെടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും അത് ഊരിയെടുത്തു. ഒറ്റ മയക്കോടി വെച്ചുള്ളൂ. കുഞ്ഞാനയാണ്, വലിയ കുട്ടിയാനയാണ്. അപ്പോൾ മാത്രമല്ല അതിന് ശാരീരികമായി പല ആവശ്യതകളുണ്ട്. ഒറ്റ മയക്കോടി വെച്ചുള്ള ആ മയക്കോടിയിൽ തന്നെ ആന മയങ്ങി എന്ന് പറയുമ്പോഴും ചെവിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ മയങ്ങില്ല. ഇത് ഒരു മുക്കാൽ മയക്കമാണ് ആനയ്ക്ക് ഉണ്ടാവുക. ഇപ്പോൾ അതിന് 4 കാലുകളും വടം കൊണ്ട് കെട്ടി RRT സംഘം ഇനി വണ്ടിയിൽ കയറ്റി അതിനെ മാറ്റാനുള്ള ശ്രമമായിരിക്കും. അരുൺ പൂപ്പറമ്പ് തുടർന്നു. അരുൺ, പറയൂ. ആശ്മി, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. ആനയെ ഇപ്പോൾ ആ വടം ഉപയോഗിച്ച് കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ തൊട്ടടുത്ത് തന്നെയാണ് ആനയുടെ ഉള്ളത്. അപ്പോൾ അത്തരം നടപടികളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. ഇനി ഇതിനെ വാഹനത്തിലേക്ക് മാറ്റണം. ആന ആ മയക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന കാര്യം നമുക്ക് ആനയുടെ മുറിവൊക്കെ ദേഹത്ത് കാണാം. അല്പം ഗുരുതരമായ മുറിവാണ്. ഈ ആന എത്രത്തോളം അതിജീവിക്കും എന്ന കാര്യത്തിലൊക്കെ ഒരു ആശങ്ക നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു. വളരെ പെട്ടെന്ന് ചികിത്സ നൽകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കാലുകൾ എന്തായാലും ഈ വടം ഉപയോഗിച്ച് ബന്ധിച്ചിരിക്കുകയാണ്. തൊട്ട് സമീപം തന്നെ ഈ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വാഹനം അവിടെ എത്തിച്ചിട്ടുണ്ട്. ആ വാഹനത്തിലേക്ക് കയറ്റുന്ന നടപടിയായിരിക്കും ഇനി ഉണ്ടാവുക. ആനയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും നിലവിൽ എന്തായാലും ഇല്ല എന്ന് തന്നെയാണ് ആനയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ, മുറിവ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ക്യാമറമാൻ അല്പം ഒന്ന് സൂം ചെയ്താൽ അല്പം ഗുരുതരമായ മുറിവാണ്. ആ മുറിവിൽ ഈച്ചയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ വളരെ ദയനീയമായൊരു കാഴ്ചയാണത്. അതുകൊണ്ട് തന്നെയാണ് ആന പൂർണ്ണമായും അവശ്യ നിലയിലെത്തിയത്. ഈ ആനയെ തുരത്തുക എന്ന ഒരു നടപടി സാധ്യമാവില്ല എന്ന് വനംവകുപ്പ് തീരുമാനിച്ചതും ഈ ഡോക്ടർമാർ ഈ മുറിവ് വന്ന് പരിശോധിച്ചതിന് ശേഷമാണ്. ഇനിയിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് വടം ഉപയോഗിച്ച് ആനയെ പൂർണ്ണമായും കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വാഹനത്തിലേക്ക് ആനയെ മാറ്റണം. ആനയെ മാറ്റിയതിന് ശേഷം ഈ ചികിത്സാ കേന്ദ്രത്തിലേക്ക് ആനയെ കൊണ്ടുപോകും. ഉടൻ തന്നെ ചികിത്സ നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള അവസ്ഥ ആനക്കുണ്ട്. അവശ നിലയിലാണ്. രാവിലെ മുതൽ ഏകദേശം മണിക്കൂറുകളോളം ഈ അവശ നിലയിലാണ് ആന ഉണ്ടായിരുന്നത്. ആനക്ക് കൃത്യമായ എന്തെങ്കിലും ആ സമയങ്ങളിൽ കൃത്യമായ എന്തെങ്കിലും ചികിത്സ നൽകാൻ സാധിച്ചിരുന്നില്ല. ആനയുടെ അടുത്ത് ഉദ്യോഗസ്ഥർ പോകുമ്പോൾ ആന വയലൻ്റ് ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർമാർ പോലും അല്പം ദൂരെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ആനയെ മയക്കുവെടി വെക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആനയുടെ കാലുകൾ മാത്രമല്ല, നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണാം, ആനയെ പൂർണ്ണമായും തന്നെ ബന്ധിച്ചു, അങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ വാഹനത്തിൽ, ഇപ്പോൾ വാഹനം കൂടി അടുത്തേക്ക് വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ആനയെ വാഹനത്തിലേക്ക് കയറ്റുന്ന ആ നടപടിയിലേക്ക് കടക്കും. അതിൻ്റെ ഭാഗമായാണ് ആനയെ പൂർണ്ണമായും ആ കാലുകളും അതോടൊപ്പം തന്നെ ആ മസ്തകത്തിൻ്റെ ഭാഗമെല്ലാം ഇപ്പോൾ ഈ വടം ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത്, ലോക്ക് ചെയ്തിരിക്കുന്നത്. ആനയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുന്നില്ല. ഒരു മയക്കുവെടിയിൽ തന്നെ ആന പൂർണ്ണമായും തന്നെ ഒരു മയക്കാവസ്ഥയിലേക്ക് പോയി എന്നതാണ്. നേരത്തെ നമുക്ക് ആ മയക്കുവെടി വെച്ച ഘട്ടത്തിൽ അല്പമൊന്ന് ആന പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രതികരണം ഒന്നും
ആനയുടെ ഭാഗത്തു നിന്നില്ല. ഇപ്പോൾ ആന പൂർണ്ണമായും തന്നെ ഒരു മയക്കാവസ്ഥയിൽ തന്നെയാണ്, ഒരു മയങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് എന്തായാലും ഉള്ളത്. ഇപ്പോൾ നിരവധി നാട്ടുകാരും, ഇതൊരു ജനവാസ മേഖലയാണ് നമുക്കറിയാം, അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഇങ്ങോട്ട് ഈ ആനയെ കാണുന്നതിന് വേണ്ടിയൊക്കെ എത്തിയിരുന്നു. അവരെ സംബന്ധിച്ച് ആദ്യമായാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ആന വരുന്നത്. ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ആന കടന്നുപോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ആന വന്ന് മണിക്കൂറുകളോളം തമ്പടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യം കാണുന്നത് ആനയെ ലോറിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ആനയെ ബന്ധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകാതെ തന്നെ ഈ ലോറിയിലേക്ക് പ്രത്യേകം സജ്ജീകരിച്ച മരം ഉപയോഗിച്ച് സജ്ജീകരിച്ച ലോറിയിലേക്ക് മാറ്റും. അത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആനയെ തള്ളി ലോറിയിലേക്ക് കയറ്റാൻ സാധിക്കുമെന്നാണ്. എന്തായാലും അത്തരം നടപടികളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അല്പം മാറി നിൽക്കണം എന്ന നിർദ്ദേശം വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവുന്നുണ്ട്.